ഞാൻ 10ാം ക്ലാസ്സിൽ ഉള്ളൊരു ആഗ്രഹമാണ് പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. ഇത് മറിയം ജുമാന 19 വയസ്സിൽ പൈലറ്റായിട്ട് അത്ഭുതം സൃഷ്ടിച്ച് മലപ്പുറത്തിൻ്റെ അഭിമാനമായ പെൺകുട്ടി, ഉസ്താദിൻ്റെ മകൾ. ഈ സന്തോഷം പങ്കുവെക്കാൻ ഇന്ന് പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലെത്തിയിട്ട് സാദിഖലി തങ്ങൾക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവേണ്ടത് ഇത്തരം കുട്ടികളാണ്. എത്രയോ പെൺകുട്ടികൾ ഇൻസ്റ്റയിലും മറ്റൊക്കെ റീൽസ് ചെയ്ത് താരങ്ങളായ ആളുകളുണ്ട്. അവരുടെ പകിട്ടുള്ള ലൈഫിനേക്കാൾ ഇന്നത്തെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത് ജുമാനെ പോലെയുള്ള പെൺകുട്ടികളാണ്. ഇവളുടെ ഉപ്പയുടെ 5 മക്കളിൽ 4ാമത്തോളാണ് ജുമാന. പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് ചേരണമെങ്കിൽ വളരെ വലിയ പണം ആവശ്യമാണെന്നും അത് ഉപ്പയെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതിയിട്ട് ഉപ്പയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതും ഉപ്പയുടെ സമ്മതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, മാതാപിതാക്കളുടെ സാമ്പത്തിക അവസ്ഥ അറിയുന്ന മക്കൾ, ഇതുപോലെയുള്ള ആളുകളാണ്, ഇതുപോലെയുള്ള കുട്ടികൾക്കാണ് പടച്ചറബ് ഇതുപോലെ അനുഗ്രഹങ്ങൾ സമ്മാനിക്കുക. നമ്മുടെ മക്കൾ ആരെപ്പോലെ ആവണമെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുക. ഇതുപോലെയും നമ്മുടെ നാട്ടിൽ കുട്ടികളുണ്ട്. റീൽസിലെ താരങ്ങൾ മാത്രമല്ല, ഇവരാണ് യഥാർത്ഥ റിയൽ താരങ്ങൾ. ഞാൻ 10ാം ക്ലാസ്സിൽ ഉള്ളൊരു ആഗ്രഹമാണ് പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇവര് പാരന്റ്സ് സപ്പോർട്ട് ആവുമോ ഇല്ലേ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിലെത്തിപ്പെടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്. ഞാൻ 10ാം ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരന്റ്സിനോട്. അപ്പം +2 കഴിയട്ടെ, +2 കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ആലോചിക്കാന്ന് പറഞ്ഞു. ആളോട് പറയലെന്നോ, നീ നന്നായി പഠിച്ചോ, നീ പിന്നെ അവിടേക്ക് എത്തുന്നുള്ളത് നിന്റെ മനസ്സിൽ അതിങ്ങനെ കാണണം. അതെ, തീർച്ചയായിട്ടും നീ കണ്ടുകൊണ്ട് പഠിക്ക്. അപ്പൊ ഇങ്ങനെ ഒരു പൈലറ്റ് മേഖലയിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്ക്? ഇല്ല, ഒരിക്കലും ആ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം ഫിനാൻഷ്യലി കുറച്ച് മണിയും കാര്യങ്ങളും ഇതിന് വേണമല്ലോ. അപ്പം പാരൻസ് ഞങ്ങൾ ഇത്ര 5 മക്കളുമാണ്, പിന്നെ അവരെ പഠിപ്പിക്കുക, പിന്നെ എന്നെയും കൂടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉസ്താദ് എന്ന നിലയിലും കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഈ ഒരു പറത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. പിന്നെ അതെ, പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിലൊക്കെ എത്തി.